ഇവിടെ നമ്മൾ കല്യാണ മണ്ഡപം ഉണ്ടാക്കാൻ പോകണം. AC കല്യാണ മണ്ഡപം. AC കല്യാണ മണ്ഡപത്തിൽ ഇവിടുത്തെ കുട്ടികൾ കല്യാണം നടക്കട്ടെ. രാജാജിനഗറിലെ ഈ AC ഇന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു തട്ടിപ്പും മാത്രമാണ്. അതിന്റെ അകത്ത് ഒരു കാര്യമൊന്നുമില്ല. തിരുവനന്തപുരം നഗരസഭയിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു വാർഡാണ് തമ്പാനൂർ വാർഡ്. അവിടെ മുൻ കോൺഗ്രസ് സഹയാത്രികൻ കൂടിയായ തമ്പാനൂർ സതീഷാണ് BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. അദ്ദേഹം എന്നോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ട് ആദ്യത്തെ ഒരു ട്രെൻഡ്? വളരെ വിജയപ്രതീക്ഷയാണ് BJPക്ക് ഈ രാജാജിനഗറിലും തമ്പാനൂർ വാർഡിലും എല്ലാ പ്രദേശത്തും ഉള്ളത്. ഞാൻ ഏകദേശം ഒരു 70% ആൾക്കാരെ നേരിട്ട് കണ്ടു കഴിഞ്ഞു. അവിടെയൊക്കെ അവര് ഒരു വികസനമാണ് ആഗ്രഹിക്കുന്നത്. കാരണം മുരടിച്ച ഒരു അവസ്ഥയിൽ നിന്നും വികസനത്തിന്റെ പാതയിലേക്ക് പോകാനുള്ള മോദിയുടെ സന്ദേശം ഇവർ സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 100 കോടി രൂപ മുടക്കി ഈ രാജാജിനഗർ നവീകരിക്കുന്ന പുതിയ നിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നമ്മുടെ സംസ്ഥാന തലത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സാർ അതിന്റെ പ്രോഗ്രാമായിട്ട് പോകുന്നുണ്ട്. ഭവന മന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, കേന്ദ്രമന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ മുഖ്യ ലക്ഷ്യം ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക രാജാജിനഗർ. അതുപോലെ തമ്പാനൂർ വെള്ളപ്പൊക്കം കേന്ദ്ര ഫണ്ടുകൾ കൊടുത്തിട്ട് പോലും അത് ഫലപ്രദമായി വിനിയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റെയിൽവേ ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റുകളെ വിളിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായ മീറ്റിംഗ് ഒക്കെ നടത്തി നമ്മൾ ഈ വെള്ളപ്പൊക്കം ശാശ്വത പരിഹാരം ഉണ്ടാക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി നമ്മളെ ഫണ്ടോടുകൂടി നമ്മളെ നഗരസഭ ഭരിക്കുകയും ചെയ്യും. ഇവിടെ കൌൺസിലറായിട്ട് ഇനി വരാനും സാധിക്കും. ഒരു വ്യക്തിപരമായ രാഷ്ട്രീയ കാര്യം കൂടി. 2020 ഇതേ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ കോൺഗ്രസിന് വേണ്ടി വോട്ട് തേടി ഇതുവഴിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായി പ്രതിപക്ഷ കക്ഷികൾ താങ്കൾക്കെതിരെ അത് ഉന്നയിക്കുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്യും. താങ്കൾ എതിർച്ചേരികൾ അതിന് രാഷ്ട്രീയമായി എന്ത് മറുപടിയാണ് കൊടുക്കുന്നത്? ഒരു മറുപടിയില്ല. കാരണം EMS നമ്പൂതിരിപ്പാട് അദ്ദേഹം കോൺഗ്രസുകാരനായിരുന്നു. അതുപോലെ തന്നെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളൊക്കെ പഴയ കാലങ്ങളിൽ സ്വതന്ത്ര കാലത്ത് അങ്ങനെ കാര്യമല്ലോ. അതിന്റെ പിന്തുണക്കാരല്ല നമുക്ക് ഇന്ന് തോന്നിയത് നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രി, പാവപ്പെട്ടവന്റെ സംരക്ഷകൻ. എല്ലാ സംസ്ഥാനങ്ങളിലും പട്ടികജാതി പട്ടിക ഉൾപ്പെടെയുള്ള പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളെ, സാധാരണക്കാരായ പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾ ഉൾപ്പെടെയുള്ള അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ സംസ്ഥാനങ്ങളും ഈ കോളനികളൊക്കെ ഫ്ളാറ്റ് സമുച്ചയമാക്കിയിട്ടുള്ളത്, ലിഫ്റ്റ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്, പാർക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ കല്യാണ മണ്ഡപം ഉണ്ടാക്കാൻ പോകണം. AC കല്യാണ മണ്ഡപം. AC കല്യാണ മണ്ഡപത്തിൽ ഇവിടുത്തെ കുട്ടികൾ കല്യാണം നടക്കട്ടെ. രാജാജിനഗറിലെ അതുപോലെ ഒരു മികച്ച താമസ സൗകര്യമാണ് അത് ഒരുക്കുന്നുണ്ട്. 100 കോടി രൂപ അതിനാണ് മാറ്റിവെക്കുന്നത്. 100 കോടി രൂപ വാഗ്ദാനമല്ല, നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. വാഗ്ദാനം BJPക്ക് ഇല്ല. താങ്കൾ ഈ പഴയ ഈ കോൺഗ്രസ് സഹയാത്രികരുടെ വീടുകളിലൂടെ ഒക്കെ ചെല്ലുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായ ഒരു വോട്ട് താങ്കൾക്ക് അനുകൂലമായി വരും എന്നൊരു പ്രതീക്ഷയുണ്ടോ? കോൺഗ്രസിന്റെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും വോട്ടുകൾ വികസനത്തിന് വേണ്ടി നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അവരാഗ്രഹിക്കുന്നത് 50 വർഷമായിട്ട് ഇടിഞ്ഞു വീഴാതായ ഈ കെട്ടിടത്തിൽ കിടക്കുന്നു. ഭയാശങ്കയോടുകൂടി കിടക്കുകയാണ്. പല കുട്ടികളും തലയിൽ ഇതിന്റെ ഓരോ കഷ്ടങ്ങൾ വീണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്, തയ്യലിട്ടിട്ടുണ്ട്. അപ്പൊ അത്തരം ദുരന്ത അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ BJP ഗവൺമെന്റിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് അത് കിട്ടിയാൽ മാത്രമേ ഇവിടെ ഡെവലപ്മെന്റ്സ് ചെയ്യാൻ പറ്റുള്ളൂ. കൊടുത്ത ഡെവലപ്മെന്റ്സിന് കൊടുത്ത കാശുകളൊക്കെ വകമാറ്റി ചെലവാക്കിയത് കൊണ്ട് തന്നെ ഇവിടെ ഇന്നും പാവപ്പെട്ടവരായി കഴിയുന്നു. നമ്മൾ പാവപ്പെട്ടവരെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന എല്ലാവരും തുല്യരാണ് എന്ന നയത്തിലേക്ക് കൊണ്ടുപോകാനാണ് നരേന്ദ്രമോദിജി ശ്രമിക്കുന്നത്. ആ പാത ഞാനും പിന്തുടരും. വാശിയേറിയ പോരാട്ടം നടക്കുന്ന തമ്പാനൂർ വാർഡിൽ മുൻ കോൺഗ്രസ് സഹയാത്രികരായ തമ്പാനൂർ സതീശിനെതിരെ അതിശക്തമായ മത്സരം കാഴ്ചവെക്കുന്നത് ഹരികുമാറാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ ബ്ലോക്ക് ഭാരവാഹി കൂടിയാണ്. അദ്ദേഹം എന്നോടൊപ്പം ബ്ലോക്ക് പ്രസിഡന്റാണ്. തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെയാണ് ഞങ്ങൾ തമ്പാനൂർ സതീശിനെ അല്പസമയം മുമ്പ് കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇവിടെ 100 കോടിയുടെ വികസനമാണ് BJP ലക്ഷ്യം വെക്കുന്നത്. ഇവിടെ ഒരു AC കല്യാണ മണ്ഡപം പണിയുന്നൊക്കെയാണ്. എന്താണ് അതിനുള്ള മറുപടി? ഇതൊന്നും നടക്കാത്തൊരു കാര്യമാണ്. ഇത് പറഞ്ഞിട്ടങ്ങ് പോകുന്നുള്ളതല്ലാതെ ഇവിടുത്തെ ആദ്യം പരിഹരിക്കേണ്ട പ്രശ്നം വെച്ചാൽ ഇവിടുത്തെ പാർപ്പിട പ്രശ്നമാണ്. നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നമ്മൾ 1000 വീടുകൾ കൊണ്ടുവന്നതാണ്. അതിന് ഇവരെല്ലാം കൂടെ ചേർന്ന് തന്നെയാണ് ഇതിനൊക്കെ തുരങ്കം വെച്ചത്. ഈ AC ഇന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു തട്ടിപ്പും മാത്രമാണ്. അതിന്റെ അകത്ത് ഒരു കാര്യമൊന്നുമില്ല. അപ്പൊ കോൺഗ്രസ് എന്ത് പറഞ്ഞാണ് താങ്കൾ വോട്ട്? ഞങ്ങൾ ഇവിടെ പറയുന്നത് ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവന്ന 1000 വീട് ഇവിടെ എല്ലാവർക്കും ഭവനം എന്നുള്ളൊരു പദ്ധതിയുണ്ട്. ഉമ്മൻചാണ്ടി സാറിന്റെ സ്വപ്ന പദ്ധതി. ആ പദ്ധതി ഇവിടെ നടപ്പിലാക്കും. അതുപോലെ തന്നെ ഇവിടെ ആർക്കും തന്നെ വീടില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. പിന്നെ ഇവിടുത്തെ ഡ്രെയിനേജ് പ്രോബ്ലം, പ്രധാനമായിട്ടുള്ള ഡ്രെയിനേജ് പ്രോബ്ലമാണ്. ഇവിടെ തന്നെ ഈ വീട്ടിൽ കൂടെ പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രെയിനേജ് പ്രോബ്ലം. അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം. രാജാജിനഗറിന്റെ മാത്രമല്ല, തമ്പാനൂർ SS കോളനിയിൽ പോലും ഇരു കരകളിലെ വീടുകളിൽ ഡ്രെയിനേജ് നിറഞ്ഞു കിടക്കുന്നു. റോഡ് പൊക്കി
കഴിഞ്ഞ 10 വർഷക്കാലം എന്ന് പറയുന്നത് LDFന്റെ കൌൺസിലർമാരുടെ കാലമാണ്. ആ കാലഘട്ടത്തിൽ ഒരു വികസന പ്രവർത്തനം നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ 300 പേർക്ക് വീട് കൊടുക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് തറക്കല്ലിട്ടു. ഇപ്പം 32 വീട് മാത്രമാണ് നിർമ്മിക്കുന്നത്. ആ 32 വീട് ആർക്കാണെന്ന് പോലും അറിഞ്ഞുകൂടാത്തൊരു സാഹചര്യമാണ്. ഇതാണ് ഇവിടുത്തെ സംഭവം. ഈ വാർഡ് പിടിച്ചെടുക്കാൻ പറ്റുമെന്നാണ് തീർച്ചയായും കോൺഗ്രസ് പാർട്ടി പ്രാവശ്യം ജയിച്ചിരിക്കും. നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചിരിക്കും. കോൺഗ്രസ് പാർട്ടി ജയിച്ചിരിക്കും. തമ്പാനൂർ വാർഡിലെ LDFന്റെ സ്ഥാനാർത്ഥി മുൻ കൌൺസിലർ കൂടിയായ MV ജയലക്ഷ്മിയാണ്. വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രചാരണമാണ് ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ആദ്യഘട്ടം? കുഴപ്പമില്ല, പോസിറ്റീവായിട്ടുള്ളത് തന്നെയാണ്. പിന്നെ തമ്പാനൂർ ഭാഗമെല്ലാം ഓൾറെഡി അറിയാവുന്നതായതും അവിടെയുള്ള ജനങ്ങൾക്ക് തന്നെ അറിയാവുന്നതായതും എന്ത് ചെയ്തു എന്നുള്ളവർക്ക് അറിയാവുന്നതുകൊണ്ട് അത് വലിയ പ്രശ്നമല്ല. ഈ വഞ്ചൂർ വാർഡ് കൂടിച്ചേർത്ത ഭാഗം എനിക്ക് വലിയ പരിചയമില്ലാത്ത വാർഡാണ്, ഏരിയയാണ്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് റൗണ്ട് ഇവിടെ തന്നെ ആദ്യമായിട്ട് വീട് കയറി എല്ലാവരും ഒന്ന് പരിചയപ്പെടുക എന്നുള്ള ഒരു വിഷയത്തിലാണ് ചെയ്യുന്നത്. ഞങ്ങള് മറ്റ് 2 സ്ഥാനാർത്ഥികളെ കണ്ടിരുന്നു. ഇപ്പോൾ അതില് UDF സ്ഥാനാർത്ഥി പറയുന്നത് അവിടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് 10 വർഷം LDFന്റെ പ്രതിനിധി ഉണ്ടായിട്ടും പരിഹാരം കാണാൻ പറ്റിയില്ല. BJPയുടെ സ്ഥാനാർത്ഥി പറയുന്നത് അവിടെ AC കല്യാണ മണ്ഡപം പണിയും അവിടെ 100 കോടിയുടെ വികസന പദ്ധതി രാജാജി നഗർ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്നു. എന്താണ് അവർക്കുള്ള മറുപടി? അല്ല, 10 വർഷം LDF കൌൺസിലർമാരൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്കറിയാം 10 വർഷം ഇരുന്ന LDF കൌൺസിലർമാർ എന്ത് ചെയ്തു എന്നും അതിന് മുന്നേ ഇവരൊക്കെ കൌൺസിലേഴ്സ് ആയിരുന്നല്ലോ, അവരെന്താണ് ചെയ്തിട്ടുള്ളതെന്നും ജനങ്ങൾക്കറിയാം. അവര് 100 കോടിയുടെ വികസനം അവരെന്താണ് ഇവിടെ BJP എന്താണ് ഇവിടെ ചെയ്യാൻ, ഞങ്ങൾ ഓൾറെഡി ഇവിടെ ഫ്ളാറ്റ് പണിയുന്നുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഫ്ളാറ്റ് ഇവിടെ ചെയ്യുന്നത്. അതിന്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ അടുത്ത എങ്ങനെയാണ് ഈ രാജാജി നഗറിലൊക്കെ എന്നായിരിക്കും പ്രചാരണം? മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ഈ വീടുകൾ കയറി ഇറങ്ങുന്നത് തീർത്തിട്ടേ ഉള്ളോ അതോ? അല്ല, ഇന്ന് ഇവിടുത്തെ വഞ്ചൂരുണ്ടത് ഈ ഭാഗത്തുള്ളത് ഇന്ന് തന്നെ തീരും. നാളെ മുതൽ കോളനി ഇതിൽ തുടങ്ങും. കാര്യം അവിടെ ഉള്ളവർക്കെല്ലാം എന്നെ പ്രത്യേകിച്ച് അറിയാം. ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതും അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കാര്യം വഞ്ചൂർ റോഡിലുള്ളവർക്ക് മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടില്ല എന്ത് ചെയ്തു എന്ന് അവർക്ക് അറിയില്ല. കാര്യം ഞാൻ ഇവിടുത്തെ കൌൺസിലർ അല്ലല്ലോ. അപ്പം തമ്പാനൂർ വാർഡില്ല ആരുടെ വിഷയം ഞാൻ എന്ത് വികസനം അവിടെ ചെയ്തിട്ടുണ്ട്, ഞാനും നിലവിലെ കൌൺസിലർ എന്ത് വികസനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവർക്കറിയാം. ഈ അടിസ്ഥാന സൗകര്യം ഒരുക്കിയില്ല എന്ന് പറയുന്ന കൌൺസിലർ അവിടെ ഇരുന്ന സമയത്ത് അദ്ദേഹം സ്വയം ഒന്ന് ചിന്തിച്ചാൽ മതി എന്താണ് അവിടെ ചെയ്തു എന്നുള്ളത്. എല്ലാ വിജയാശംസകളും. ഓക്കെ, താങ്ക് യു സോ മച്ച്.